ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചെറിയ ടൈപ്പ് റൈസാണ് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഈ അരി നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 20 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് കളർ ചേഞ്ചായി വരണം. സവാള ഇവിടെ ചെറിയ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒന്നും കൂടിയും സവാള ആയി വരാനുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുമ്പോൾ തന്നെ നമ്മുടെ സവാള കളർ ചേഞ്ചായിട്ട് വരും. അതുവരേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടയണം. അതുവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാല പൗഡറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്ന വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയുടെ ഇല കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പുതിനയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിയുടെ ഇലയാണ് കൂടുതൽ വേണ്ടത്. പുതിനയുടെ ഇല കുറച്ച് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ ബീഫ് എടുക്കുമ്പോൾ 6 ഗ്ലാസ് വരയ്ക്ക് നമുക്ക് അരി എടുക്കാവുന്നതാണ്. ഞാൻ 5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നാലും നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിപ്പിക്കാം. അതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു 3 വിസിലും കൂടി അടിച്ചെടുക്കണം. മൊത്തം 4 വിസിൽ ആണ് നമ്മൾ ബീഫ് വേവാനായിട്ട് അടിച്ചെടുക്കണത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബീഫിനനുസരിച്ചും സ്റ്റൗവിനനുസരിച്ചും വേവ് തീരുമാനിക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 വിസിലാണ് മൊത്തം അടിക്കണത്. ഇപ്പോൾ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ ബീഫ് അപ്പുറത്തെ അടുപ്പിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇനി 3 വിസിലാണ് അടിക്കേണ്ടത്.
അപ്പോൾ റൈസ് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കോലം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ബേ ലീഫിൻ്റെ ഇല പച്ചയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ബേ ലീഫിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ ഇപ്പോൾ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എത്ര കപ്പ് അരിയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുള്ള അരി 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഈ അരി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേപോലെ ഓട്ടയുള്ള മൂടിയാണ് നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ ഓട്ട ഒന്ന് അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തീയാക്കിയിട്ട് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അരി നന്നായി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ തീയാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഈ വെള്ളം വറ്റി വരുന്നതോടുകൂടി നമ്മുടെ ചോറും ആയി കിട്ടും. ഈ സമയത്ത് ബീഫ് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചോറിലെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. ഇപ്പം അരി ഒന്നും കൂടി മായി വരാനുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ചോറ് അപ്പുറത്തെ അടുപ്പിൽ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ വെള്ളം വറ്റണുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് നോക്കാം. ഇപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം മാത്രമുള്ളൂ ഇതിൽ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ വെക്കാം. അപ്പോൾ ആ ബീഫൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ചെറിയ തീയിലിട്ട് വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബീഫൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ നല്ല പാകത്തിന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ഇറച്ചിച്ചോറാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.